ഇന്ന് നമ്മൾ ഒരു മെട്രിക്സിന് എപ്പോഴൊക്കെയാണ് ഇൻവേഴ്സ് ഉണ്ടാവുക, പിന്നെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സിന്റെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് മുന്നേ പഠിച്ച കാര്യങ്ങൾ കുറച്ചൊന്ന് ഓർത്തെടുക്കാം. ആദ്യം മൈനർ ഓഫ് എൻ എലമെന്റ്. നമുക്കറിയാം മൈനർ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ എൻ. അപ്പോ എയുടെ ജനറൽ ഫോം നമുക്ക് എ ഐ ജെ എന്ന് പറയാം, അല്ലെങ്കിൽ A11, A12, etc., A1n, A21, A22, etc., A2n, etc., AN1, AN2, etc., ANn. ഇനി മൈനർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ, അതിന് നമ്മൾ എം ഐ ജെ എന്ന് പറയും. എം ഐ ജെ എന്ന് പറയുന്നത് എ ഐ ജെ ഉള്ള എലമെന്റിന്റെ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാം. നമുക്ക് A22ന്റെ മൈനർ കാണാം. A22ന്റെ മൈനർ എന്ന് പറയുമ്പോൾ M22. M22 എന്ന് പറയുന്നത് A22ന്റെ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ അത് വരിക A11, A13, etc., A1n, A31, A33, etc., A3n, etc., AN1, AN3, etc., ANn. ഇനി അടുത്ത് നമുക്ക് ഓർക്കേണ്ടത് കോഫാക്ടർ ഓഫ് എൻ എലമെന്റ്. കോഫാക്ടർ ഓഫ് എ ഐ ജെ അതെന്ന് പറയുന്നത് നമ്മൾ സി ഐ ജെ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ദിസ് ഇസ് ഈക്വൽ ടു -1 raised to i plus j m i j. ഇതാണ് കോഫാക്ടർ ഓഫ് എൻ എലമെന്റിന്റെ ഫോർമുല. അപ്പോ M22ന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ C22 എന്ന് പറയും. ദിസ് ഇസ് ഈക്വൽ ടു -1 raised to 2 plus 2 M22 ഈക്വൽ ടു M22. ഇനി നമ്മൾ ഒരു 3 തരം മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആദ്യത്തത് സിംഗുലാർ മെട്രിക്സ്. സിംഗുലാർ മെട്രിക്സ്, a square matrix whose determinant is 0 is known as a singular matrix. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അങ്ങനത്തെ മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ്. അതായത് എ എന്ന മെട്രിക്സ് സിംഗുലാർ എന്ന് പറയുകയാണെങ്കിൽ this implies determinant of A equal to 0. ഇനി അടുത്തത് ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. നോൺ സിംഗുലാർ മെട്രിക്സ്, a square matrix whose determinant is not 0 is known as non-singular matrix. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഓർത്തിരിക്കാൻ നോൺ സിംഗുലാർ, നോട്ട് 0 രണ്ടും നമ്മളെ നെഗേഷൻ പോലെയാണ് വരിക. നോട്ട് 0, നോൺ സിംഗുലാർ, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അതായത് എ എന്നൊരു മെട്രിക്സ് നോൺ സിംഗുലാർ എന്ന് വെച്ചാൽ
അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ കാണാം. ആദ്യത്തെ, കൺസിഡർ a equal to 5, 10, 3, 6 and b equal to 3, 4, 5, 8. നമ്മൾ ഏതൊക്കെയാണ് നോൺ സിംഗുലർ, ഏതൊക്കെയാണ് സിംഗുലർ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ കാണുന്നു. ഡിറ്റർമിനന്റ് ഓഫ് എ 2/2 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൈൻ. അപ്പോൾ 5 into 6 കണക്റ്റിംഗ് സൈൻ മൈനസ് 3 into 10. This is equal to 30 minus 30 equal to 0. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 0, which implies A is a singular matrix. ഇനി അടുത്ത് നമുക്ക് ഡിറ്റർമിനന്റ് ബി കാണാം. അവിടെയും ഇതേപോലെയാണ് നമ്മളുടെ ഡയറക്ഷൻ. അപ്പോൾ ഡിറ്റർമിനന്റ് ബി ഈക്വൽ ടു 3 into 8 minus 5 into 4 equal to 24 minus 20 equal to 4, which is not equal to 0. നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. നമ്മൾ കോഫാക്ടർ ഓഫ് എൻ എലമെന്റ് കണ്ടു. ഇനി കോഫാക്ടർ മെട്രിക്സ് എന്താ വരാന്ന് നോക്കി നോക്കാം. കോഫാക്ടർ മെട്രിക്സ്, നമ്മളുടെ ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് എ ഓഫ് സൈസ് n. അപ്പോൾ അതിന്റെ ജനറൽ ഫോം നമുക്ക് എ ഈക്വൽ ടു aij അല്ലെങ്കിൽ a11, a12 എക്സെട്ര a1n, a21, a22 എക്സെട്ര a2n എക്സെട്ര an1, an2, ann ഇങ്ങനെയും നൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം aij എന്ന എലമെന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ, അതിനെ നമ്മൾ cij എന്ന് വിളിക്കും. ദിസ് ഇസ് ഈക്വൽ ടു -1 raised to I plus j mij. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിൽ mij എന്ന് പറയുന്നത് aij എന്ന എലമെന്റ് വരുന്ന കറസ്പോണ്ടിങ് കോളവും റോയും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇനി നമ്മൾ ഈ ഓരോ എലമെന്റിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു മെട്രിക്സ് എഴുതാണ്. നമുക്ക് സി എന്ന് വിളിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു cij. അതായത് c11 a11ന്റെ കോഫാക്ടർ, c12 a12ന്റെ കോഫാക്ടർ, c1n a1n-ന്റെ കോഫാക്ടർ, cn1 cn2 എക്സെട്ര cnn. ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് ഓരോ എലമെന്റിന്റെ കോഫാക്ടറിനെ നമ്മൾ പിടിച്ച് അതത് പൊസിഷനിൽ വെച്ചിട്ട് ഫോം ചെയ്യുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. ഓരോ എലമെന്റിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കാണാം, അത് അതത് പ്ലേസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് അഡ്ജോയിന്റ് മെട്രിക്സ് ആണ്. അഡ്ജോയിന്റ് മെട്രിക്സ്. ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്, അതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്. അപ്പോ എ എന്നൊരു മെട്രിക്സ് ഉണ്ട് ഓഫ് ഓർഡർ n. എയുടെ അഡ്ജോയിന്റ് മെട്രിക്സ് അതിനെ നോട്ടേറ്റ് ചെയ്യുക adj ഓഫ് എ ആണ്. എ എന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഇതെന്ന് പറയുന്നത് എയുടെ കറസ്പോണ്ടിങ് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്,
അതായത് സി ട്രാൻസ്പോസ്. ഇപ്പോൾ ഇതായിരിക്കും നമ്മുടെ സി ട്രാൻസ്പോസ്, അതായത് C11, C12, etc. C1n, C21, C22, etc. C2n, Cn1, Cn2, etc. Cnn. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതാം. അതായത് റോ കോളം ആയിട്ട് എഴുതുക, കോളം റോ ആയിട്ട് എഴുതുക. അപ്പോ C11, C12, etc. C1n, C21, C22, etc. C2n, etc. Cn1, Cn2, etc. Cnn. ഈ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജോയിന്റ് മെട്രിക്സ് ഓഫ് ക്യാപിറ്റൽ എ. കൺഫ്യൂഷൻ വരരുത്. ഒരു മെട്രിക്സ് എ, അതിന്റെ കറസ്പോണ്ടിങ് എൻട്രീസിന്റെ കോഫാക്ടേഴ്സ് കാണാം, എന്നിട്ട് അതിനെല്ലാം കൂടി പിടിച്ച് നമ്മൾ ഒരു മെട്രിക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അഡ്ജോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇപ്പൊ നമ്മൾ കോഫാക്ടർ മെട്രിക്സും പഠിച്ചു, അഡ്ജോയിന്റ് മെട്രിക്സും പഠിച്ചു. ഇനി നമുക്ക് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് അതിനെ കുറിച്ച് പഠിക്കാം. Inverse of a matrix. A square matrix capital A of order n is said to be invertible. If there exists a square matrix capital B of the same order such that A into B equal to In, which is the identity matrix of order n, equal to B into A. അതായത് നമ്മളുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് എ ഉണ്ട്, അതിന്റെ ഓർഡർ n ആണ്. ഈ എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ എന് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ബി കണ്ടുപിടിക്കാൻ പറ്റണം ഓഫ് സെയിം ഓർഡർ സച്ച് ദാറ്റ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മളുടെ nth ഓർഡർ ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആവണം, വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇൻവേഴ്സ് ഓഫ് എ ഈസ് ബി. പിന്നെ നൊട്ടേഷൻ നമ്മൾ എ റേസ് ടു -1, ഇത് നമ്മൾ വായിക്കുക എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി. അതായത് എയുടെ ഇൻവേഴ്സ് എന്നുള്ളത് ബി ആണ്. അടുത്തതായി സപ്പോസ് എ എന്നൊരു മെട്രിക്സ് ഉണ്ട് ഓഫ് ഓർഡർ n. എക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ട്, അതിന് നമ്മൾ എ ഇൻവേഴ്സ് വിളിക്കുകയാണ്. അപ്പോ നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു In ഈക്വൽ ടു എ ഇൻവേഴ്സ് എ. ഇവിടെ നിന്ന് നമുക്ക് പറയാം എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇവിടെ നോക്കുക, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഈക്വൽ ടു In ഈക്വൽ ടു ബി എ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിനെ എയുടെ ഇൻവേഴ്സ് ആയിട്ട് വിളിക്കുന്നു. ഈ ബിനെ എയുടെ ഇൻവേഴ്സ് ആയിട്ട് എഴുതുന്നു. അതേപോലെ നമ്മൾ ഇതിനൊന്ന് തിരിച്ചെഴുതാണ്. എ ഇൻവേഴ്സ് എ ഈക്വൽ ടു In ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു
ബി എന്നുള്ളത് എയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോ അതേപോലെ ഇവിടെ പറയുകയാണെങ്കിൽ എ എന്നുള്ളത് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ്. അതാണ് നമ്മളോട് പറഞ്ഞുള്ളത്. നമ്മളുടെ കയ്യിൽ ഒരു സ്ക്വയർ മെട്രിക്സ് എ ഉണ്ട് ഓഫ് ഓർഡർ എൻ. എ ഇൻവേഴ്സ് എന്നുള്ളത് ആ എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത് പറയാം. ഇതിൽ നിന്ന് നമുക്ക് പറയാം എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ഇതും ഒരു ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഡെഫിനിഷനിൽ കണ്ടു, നമുക്ക് അത് ഇൻവെർട്ടിബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ബി കണ്ടുപിടിക്കണം. പിന്നെ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഐ എൻ ആവണം, വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ആയിരിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഒന്നും പറ്റില്ല, കാരണം ട്രയൽ ആൻഡ് എറർ കുറെ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പണി എളുപ്പമായി. അപ്പൊ നമുക്ക് ഇനി ആ ഫോർമുല എന്താന്ന് കാണാം. ഫോർമുല ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. നമ്മളുടെ കയ്യിൽ എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് ഓഫ് ഓർഡർ എൻ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇതാണ് നമ്മളുടെ ഫോർമുല. എ എന്നൊരു എൻ ബൈ എൻ മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാം. ഇത് ഡിഫൈൻഡ് ആയിരിക്കുക എപ്പോഴാ? ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ലാത്തപ്പോൾ. ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ അൺഡിഫൈൻഡ് ആണ്. അപ്പോ ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പറയാം എ മെട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ അതായത് മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണം if and only if the matrix is non-singular. അതായത് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അടുത്തതായി നമുക്ക് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യണം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. സ്റ്റെപ്സ് ഫോർ ഫൈൻഡിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ആദ്യത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് എ. Find determinant of A. If determinant of A not equal to 0, proceed to step 2. If determinant of A equal to 0, then matrix A is not invertible. Next, step 2. Find the cofactor of each element of A. Step 3. Write down the cofactor matrix. Step 4. Find the adjoint matrix. That is, find the transpose of cofactor matrix. Last step,
divide adjoint of A by determinant A to get A inverse. അതായത് നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ കാണും. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് എയുടെ ഓരോ എലിമെന്റ്സിന്റെ കോഫാക്ടർ കാണും. എന്നിട്ട് ആ കണ്ടുപിടിച്ച കോഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതും. കോഫാക്ടർ മെട്രിക്സ് കണ്ടുവച്ചിട്ട് നമ്മൾ അതിന്റെ ട്രാൻസ്പോസ് കാണും. അതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് അഡ്ജോയിന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടിങ് മെട്രിക്സിനെ ആണ് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറയുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ഇൻവേഴ്സ് where A equal to 5, 3, 2, 2. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റെപ്സ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എ കാണണം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. 5 into 2 minus 2 into 3 equal to 10 minus 6 equal to 4. ഇനി ഓരോ എലമെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ കാണണം. അപ്പോൾ കോഫാക്ടർ ഓഫ് 5 ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് A11 ആണ്. അപ്പോൾ -1 raised to 1 plus 1 M11. ഇനി M11 എന്ന് പറയുന്നത് 5 ഉള്ള കോളവും റോയും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ -1 square into ഡിറ്റർമിനന്റ് 2 ഈക്വൽ ടു സിംഗിൾട്ടന്റെ ഡിറ്റർമിനന്റ് അത് തന്നെയാണ്, ഈക്വൽ ടു 2. ഇനി ഇതേപോലെ അടുത്തത് കോഫാക്ടർ ഓഫ് 3. ഇതിന്റെ പൊസിഷൻ വരുന്നത് A12. ദിസ് ഇസ് ഈക്വൽ ടു -1 raised to 1 plus 2. 3 വരുന്ന കോളവും റോവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇൻറ്റു 2 ഈക്വൽ ടു -2. കോഫാക്ടർ ഓഫ് 2 A21 ഈക്വൽ ടു -1 raised to 2 plus 1 into 3 equal to -3. കോഫാക്ടർ ഓഫ് 2 ഇതെന്ന് പറയുന്നത് A22ന്റെ പൊസിഷൻ -1 raised to 2 plus 2 into ഈ 2 വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്ത് വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 5. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഓരോ കറസ്പോണ്ടിങ് പൊസിഷനിലത്തെ കോഫാക്ടറിന്റെ വാല്യൂ എഴുതി കൊടുക്കുക. അപ്പോൾ 2 -2 -3 5 ഇതായിരിക്കും നമ്മളുടെ കോഫാക്ടർ മെട്രിക്സ്. ഇനി അടുത്തത് അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ ഈ കണ്ടുപിടിച്ച മെട്രിക്സിന്റെ റോയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുക. 2 -2 -3 5 ഇതായിരിക്കും നമ്മളുടെ അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത്. ഇനി അവസാനം എല്ലാം കൂടി നമ്മളുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ therefore A inverse equal to adjoint A by determinant A equal to 2 -3 -2 5 divided by 4 equal to ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം -1/4 2 -3 -2 5 അല്ലെങ്കിൽ ഈ 1/4നെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആദ്യം 2/4 എന്ന് വരും. 2/4 -3/4 -2/4 5/4 ഇതായിരിക്കും നമ്മളുടെ എയുടെ ഇൻവേഴ്സ്.
ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഹോംവർക്ക്, ഫൈൻഡ് ബി ഇൻവേഴ്സ് where b equal to 7, 5, 4, 3. ഇതിന്റെ ഉത്തരം വരിക b ഇൻവേഴ്സ് ഈക്വൽ ടു 3 മൈനസ് 5 മൈനസ് 4, 7. അടുത്തതായി നമുക്ക് ഒരു ഹയർ ഓർഡർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടു നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് 2/2 ആണ്. ഇനി നമുക്ക് 3/3യുടെ ഇൻവേഴ്സ് കണ്ടു നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് a equal to 3 minus 2, 3, 2, 1 minus 1, 4 minus 3, 2. അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് കാണുകയാണ്. ഡിറ്റർമിനന്റ് ഓഫ് a ഈക്വൽ ടു, ഞാൻ കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് കോൾ ആണ് പോണത്. അപ്പോൾ 3 ഇൻറ്റു 3യുടെ റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് 1 മൈനസ് 1 മൈനസ് 3, 2. അടുത്തത് സൈൻ ഓർക്കണം, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇതാണ് നമ്മളുടെ സൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് ഇട്ടു. ഇനി അടുത്തത് മൈനസ് ഇടുക, മൈനസ് 2. ഈ കറസ്പോണ്ടിങ് റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് മൈനസ് 2, 3 മൈനസ് 3, 2 പ്ലസ് 4 ഇൻറ്റു ഡിറ്റർമിനന്റ് മൈനസ് 2, 3, 1 മൈനസ് 1. This is equal to 3 into 1 into 2, 2 minus 3 into 1, 3 minus 2 into 2 minus 4 minus minus plus 9 plus 4 into 2 minus 3. This is equal to 3 into minus 1 minus 2 into 5 plus 4 into minus 1 equal to minus 3 minus 10 minus 4 equal to minus 17. ഇനി നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കാണണം. അപ്പോൾ കറസ്പോണ്ടിങ് ഓരോ എലമെന്റിന്റെ കോഫാക്ടർ കാണണം. ഇപ്പൊ ഞാനിവിടെ ആ മെട്രിക്സ് ഒന്നും കൂടി എഴുതുന്നുണ്ട് റെഫറൻസിന് വേണ്ടി. ഇനി നമുക്ക് ഓരോ എലമെന്റിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് കാണാം. ആദ്യം C11 ഈക്വൽ ടു മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 ഇൻറ്റു 1ന്റെ റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 മൈനസ് 1 മൈനസ് 3, 2. ദിസ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 1. അടുത്തത് C12 മൈനസ് 1 റേസ് ടു 1 പ്ലസ് 2. കറസ്പോണ്ടിങ് കോളവും റോയും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് 4, 2 equal to minus 1 into 4 plus 4 equal to minus 8. C13 equal to minus 1 raised to 1 plus 3, 2, 1, 4 minus 3 equal to minus 10. ഇനി ഇതേപോലെ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് C21 equal to minus 5, C22 equal to minus 6, C23 equal to 1, C31 equal to minus 1, C32 equal to 9, C33 equal to 7. ഇങ്ങനെയാണ് നമുക്ക് ഓരോ എലമെന്റിന്റെ കോഫാക്ടറുകൾ കിട്ടുക. Therefore, cofactor matrix equal to C11, C12, C13, C21, C22, C23, C31, C32, 33. This is equal to അതത് പൊസിഷനിൽ എഴുതുക. minus 1, minus 8, minus 10, minus 5, minus 6, 1, minus 1, 9, 7. ഇനി അടുത്തത് അഡ്ജോയിന്റ് ഓഫ് എ കാണാം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മളുടെ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ്.
അപ്പോൾ റോയിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. -1, -8, -10, -5, -6, 1, -1, 9, 7. Therefore, A inverse equal to adjoint A by determinant A equal to 1 by -17, -1, -5, -1, -8, -6, 9, -10, 1, 7. ഇതായിരിക്കും നമ്മളുടെ A ഇൻവേഴ്സ് വരാൻ പോകുന്നത്. ഇതിനെ ഒന്നും കൂടി ഭംഗിയിൽ എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം equal to 1 by 17, 5 by 17, 1 by 17, 8 by 17, 6 by 17, -9 by 17, 10 by 17, -1 by 17, -7 by 17. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ഹോംവർക്ക് find the inverse of matrix A equal to 1, 2, -2, -1, 3, 0, 0, -2, 1. ചെയ്ത് നോക്കുക. ഇതിന്റെ ഉത്തരം വരാൻ പോകുന്നത് 3, 2, 6, 1, 1, 2, 2, 2, 5. ഇതായിരിക്കും ഇതിന്റെ ഇൻവേഴ്സ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ഇൻവേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും കൂടി കാണാം. പ്രോപ്പർട്ടീസ്. ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, if A and B are invertible matrices of the same order, then AB is invertible and AB inverse equal to B inverse into A inverse. നമ്മൾ ട്രാൻസ്പോസിന്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ എഴുതിയില്ലേ അതേ സ്ട്രക്ചറിൽ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അടുത്തത്, ഇഫ് എ ഈസ് ഇൻവെർട്ടിബിൾ then A transpose is also invertible and A transpose inverse equal to A inverse transpose. അടുത്ത പ്രോപ്പർട്ടി, if n is a non-negative integer and capital A is invertible, then A power n inverse equal to A power minus n equal to A inverse raised to n. അതായത് A power n ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സിനെ n ടൈംസ് നമ്മൾ ചെയ്യുന്നതാണ്. അവസാനത്തെ പ്രോപ്പർട്ടി, ഇഫ് A is invertible and small k is any non-zero scalar, then Ka is invertible and Ka inverse equal to K inverse into A inverse. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടീസ് ആണ്, ഓർത്ത് വയ്ക്കണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.